ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ചെറിയൊരു ടിപ്പാണ്. നമ്മുടെ യൂട്യൂബ് കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന കുറേ യൂട്യൂബിലെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് യൂട്യൂബ് കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ പറ്റും. നമുക്ക് ഡാറ്റ നമുക്കൊരു 1.5 2 GB ഒക്കെയാണ് നമുക്ക് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ യൂട്യൂബ് കണ്ടിട്ട് തന്നെ പകുതിയോളം തീർന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് കാണുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെറ്റ് തീരാത്ത രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ചെറിയൊരു ടെക്നിക്കാണ് പറയുന്നത്. 2 ടെക്നിക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് കൂടി ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിൻ്റെ ഹോം പേജിലെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം നെറ്റ് ലാഭിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബ് കാണുന്ന 2 ടിപ്പുകളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 ടിപ്സും കൃത്യമായി ചെയ്തു വെക്കാം. ഇവിടെ ഹോം പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിൽ ആ ഒരു ഗിയർ ഐക്കൺ കാണാം, സെറ്റിങ്സിൻ്റെ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് നിൽക്കുന്നത് നോക്കൂ, ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിലാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് വന്ന് നിൽക്കുക. ഹൈ ക്വാളിറ്റി, നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ വളരെ ഹൈ ക്വാളിറ്റിയിൽ, അത്രയൊന്നും ക്വാളിറ്റിയുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി മാത്രം കിട്ടിയാൽ മതി. അത് ഈ ഹൈ ക്വാളിറ്റിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് നെറ്റ് വളരെയധികം തീർന്നു പോകുന്നു. അപ്പം നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഹൈ പിക്ചർ ക്വാളിറ്റി, താഴെ ഡാറ്റ സേവർ മോഡും അതുപോലെ അഡ്വാൻസ്ഡും കാണാം. നമുക്ക് ഡാറ്റ സേവർ മോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നെറ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നം കാണിക്കുന്നത് ലോവർ പിക്ചർ ക്വാളിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം പിക്ചർ ക്വാളിറ്റി, അതായത് വളരെയധികം ഒന്നുമില്ല, അത്യാവശ്യം കുറയുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പിക്ചർ കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്ര വലിയ പിക്ചർ ക്വാളിറ്റിയിൽ കുറവൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല പോലെ നെറ്റ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഡാറ്റ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാലും തീരില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഡാറ്റ സേവർ മോഡിലൊന്നും നമുക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല, പിക്ചർ ക്വാളിറ്റി കുറവൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ആ സെറ്റിംഗ്സിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ ഒരു സെറ്റിംഗ്സിനേക്കാളും കൂടുതൽ അതിൻ്റെ തൊട്ട താഴെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ അഡ്വാൻസ്ഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസിൻ്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ 720 480 360 241 44 ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാം ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെങ്കിലേ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 144ലേക്കൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നെറ്റ് ലാഭിക്കാൻ പറ്റും. ഒരു 144ലേക്കൊക്കെ വന്നാൽ ഒരു ഡാറ്റ സേവർ മോഡിലേക്ക് തന്നെയാണ് ഏകദേശം അത് വരിക. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ അവിടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വീഡിയോന് മാത്രമേ അപ്ലൈ ആവുള്ളൂ. ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, അതായത് ദി സെലക്ഷൻ ഓൺലി അപ്ലൈ ടു ദി കറൻറ്റ് വീഡിയോ, ആ വീഡിയോന് മാത്രം. അപ്പോൾ പിന്നീട് നമ്മൾ വേറൊരു വീഡിയോ കാണുന്ന സമയത്ത് പിന്നെയും അത് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ താഴെ ആ ബ്ലൂ ലെറ്ററിൽ കാണുന്നില്ലേ സെറ്റിങ്സ് വീഡിയോ ക്വാളിറ്റി, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസിനും ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ സെറ്റിങ്സിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഡാറ്റ സേവർ മോഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കാണാം. ഇവിടെ മുകളിൽ കാണിക്കേണ്ടത് സെലക്ട് യുവർ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം കാണുന്നില്ല. ഇവിടെ നമുക്ക് ഡാറ്റ സേവർ മോഡിലേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ ഇനി ഏത് വീഡിയോ കാണുകയാണെങ്കിലും എല്ലാം ഡാറ്റ സേവർ മോഡിലായിരിക്കും. അതുകൊണ്ട് നല്ല പോലെ നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ പറ്റും. ഇനി ഒരു ടെക്നിക് കൂടി ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നിങ്ങൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത്, വൈഫൈ ഒക്കെ ലാവിഷായിട്ട് കിട്ടുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈ പിക്ചർ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ലപോലെ വൈഫൈ കിട്ടുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹൈ പിക്ചർ ക്വാളിറ്റി തന്നെ ലാവിഷായിട്ട് തന്നെ കണ്ടോളൂ. പക്ഷേ അവിടെയും നിങ്ങൾക്ക് വൈഫൈ കുറവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും ഡാറ്റ സേവറിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ ഉള്ള സമയത്താണെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ ആണെങ്കിലും രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് നല്ലപോലെ ലാഭിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണാനും പറ്റും. ഓവർ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി ഇവിടെ കാണിക്കുന്നതെങ്കിലും പിക്ചർ കണ്ടു നോക്കിയാൽ എല്ലാവരും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. ഇനി ഞാൻ രണ്ടാമതൊരു സെറ്റിങ്സ് കൂടി പറഞ്ഞുതരാം. അത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോ അതിന് മാത്രമായി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ താഴെ പ്രൊഫൈൽ പിക്ചറിൽ നമുക്കത് പോകേണ്ടതാണ്. അതിന് മുൻപ് നമുക്കിവിടെ കാണുന്നില്ലേ ഈ 144ലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അല്ലേ. ഇനി അടുത്ത സെറ്റിങ്സ് നമുക്കിവിടെ കാണിച്ചു തരാം. താഴെ പ്രൊഫൈൽ പിക്ചർ കാണുന്നില്ലേ, ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഗിയർ ഐക്കൺ കാണാം സെറ്റിങ്സിൻ്റെ. ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഡാറ്റ സേവിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. ജനറൽ അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് ഡാറ്റ സേവിംഗ്. ആ ഡാറ്റ സേവിങ്ങിൽ ഏറ്റവും മുകളിൽ ഡാറ്റ സേവിംഗ് മോഡ് നിങ്ങളുടെ ഓൺ ആണോ എന്നുള്ളത് നോക്കുക. ഓൺ അല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്യുന്ന സമയത്ത് താഴെ വരുന്ന എല്ലാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഓൺ ആവും.
അവിടെ നമുക്ക് ഡൗൺലോഡ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ സേവിങ് മോഡും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നെറ്റ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ടെക്നിക്ക് അറിയാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് നിങ്ങൾ ഈ 2 ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് രാത്രി കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് തീരാത്ത അവസ്ഥയിലെത്തും. അതായത് യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് വളരെയധികം നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ പറ്റും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷനാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.